ശ്രീലങ്കയിൽ നിന്നൊരു ടൂറിസ്റ്റ് വന്നു. അദ്ദേഹത്തിന്റെ പേര് വാൾട്ടർ മെൻഡിസ് എന്നായിരുന്നു. അപ്പോൾ പലരും കോമ്പറ്റീഷനിൽ പല പേരും എഴുതി. ഇദ്ദേഹം എഴുതി ദൈവത്തിന്റെ സ്വന്തം നാട്. അപ്പോൾ അത് തെരഞ്ഞെടുത്തു. മീനിന് ആവശ്യമുള്ള ഇരയാണ് ഇടേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഉപ്പേരി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉപ്പേരി ഇട്ടാൽ മീൻ കൊത്തൂല. എൻ്റെ ഇഷ്ടമല്ല, മീനിന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. ഗൂഗിളിൽ കുറെ ആനയുടെ ഫോട്ടോ, കടുവയുടെ ഫോട്ടോ, തേക്കടി എന്നൊക്കെ പറഞ്ഞ് ഇട്ടോണ്ടൊന്നും ആരും വരില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ തിരിച്ചു പോയി പറയും അവിടെ ഒന്നുമില്ല, വൃത്തികേടാണെന്നൊക്കെ പറയും. കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം മേഖല. ഈ ടൂറിസം മേഖലയിൽ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടും എന്തുകൊണ്ട് ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ ഒരു കഴിയുന്നില്ല? അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? അതെ, അതിനെപ്പറ്റി പല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പദം, ഇത് ഇവിടെ വന്ന വിദേശികൾ ഇതെല്ലാം കണ്ട് അന്തം വിട്ടിട്ടിട്ട പേരൊന്നുമല്ല. ഇത് നമ്മൾ സ്വന്തം ഇട്ട പേരാണ്. ഇതിൻ്റെ ചരിത്രം നോക്കിയാൽ 1984 KTDC, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവർ പരസ്യം ചെയ്തപ്പം ശ്രീലങ്കയിൽ നിന്നൊരു ടൂറിസ്റ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് വാൾട്ടർ മെൻഡിസ് എന്നായിരുന്നു. അപ്പോൾ പലരും കോമ്പറ്റീഷനിൽ പല പേരും എഴുതി. ഇദ്ദേഹം എഴുതി ദൈവത്തിൻ്റെ സ്വന്തം നാട്. അപ്പോൾ അത് തിരഞ്ഞെടുത്തു. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയൊരു പേരാണ്. കാര്യം മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ബീച്ചസ്, കാട് എല്ലാം ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ ആകാശത്ത് നിന്ന് നോക്കിയ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മൾ ഭൂമിയിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. ഈ പേരിന്റെ ചരിത്രം അതാണ്. അല്ലാതെ വിദേശികളെല്ലാം ഇവിടെ വന്ന് കണ്ടിട്ട് അയ്യോ ഇത് സ്വർഗത്തിന്റെ നാടാണെന്നൊന്നും പറയണതല്ല. കാര്യം നമ്മൾ ലോകത്തെ പല രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാട്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് എന്തിനാ ഈ പേരിട്ടത്? ഓഫ് കോഴ്സ് നമുക്ക് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് പേരും ഇടാം. എനിക്കിപ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരന്റെ പേര് എനിക്ക് സ്വന്തം ഇടാം. പക്ഷെ ലോകം അംഗീകരിക്കണം എന്നില്ല. അതേപോലെ നമ്മൾ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേരാണ്. അപ്പം ഈ ടൂറിസം മേഖല ശരിക്കും ഏത് സ്ഥലത്തും നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഗവൺമെന്റിന്റെ ഫണ്ട് ഇല്ലെന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കാം. അപ്പം ഗവൺമെന്റ് തന്നെ പറയുന്ന ഫണ്ട് കുറവാണെന്ന്. അപ്പം ഈ ഫണ്ട് കുറവാണെങ്കിൽ, അത് ഏത് സ്ഥാപനമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും കമ്പനി ആണെങ്കിലും വീടാണെങ്കിലും ബേസിക്കലി എന്താണ്? വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക. അങ്ങനെയാണല്ലോ ഫണ്ട്. അത് എല്ലാത്തിനും ഒന്നും തന്നെ സംസ്ഥാന കൺട്രി ഒക്കെ ചെയ്യുന്നുണ്ട്. വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക. ചെലവ് കുറയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഗവൺമെന്റിലെ മന്ത്രിമാരൊക്കെ തീരുമാനിക്കണം. വരവ് കൂട്ടേണ്ടത് എങ്ങനെയാണ്? ടൂറിസം, ഇൻഡസ്ട്രീസ്, പല ഇൻഡസ്ട്രീസ് വരണം. ഇങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ടൂറിസം അതിലൊരു മെയിൻ ഘടകമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും വേറെ ഗോൾഡ് മൈൻ, ഒരു ടൂറിസ്റ്റിന് വരേണ്ട ഗോൾഡ് മൈൻ. കാര്യം കാലാവസ്ഥ എക്സെപ്റ്റ് ജൂൺ ജൂലൈയിലൊക്കെ വലിയ മഴയുണ്ടെങ്കിലും പൊതുവെ വലിയ തണുപ്പില്ല. ചൂട് അത്യാവശ്യം ഫാനും എ സി ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സൗദി അറേബ്യ പോലത്തെ ചൂടൊന്നുമില്ല. അപ്പൊ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് എന്തുകൊണ്ട് ടൂറിസം കുറവ്? കണക്ക് നോക്കിയാൽ 2023 കണക്കാണ് കിട്ടി. 24 കേരളത്തിലെ കണക്ക് കിട്ടിയില്ല. 2023 കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ വന്ന വിദേശികൾ 193 ലക്ഷം വിദേശികളാണ് ഇന്ത്യ കാണാൻ വന്നത്. ഒരു വർഷത്തെ കണക്കാണോ? ഒരു വർഷത്തെ കണക്ക്, ജനുവരി ടു ഡിസംബർ. ഈ കാലയളവിൽ കേരളത്തിൽ വന്നത് 6.3 ലക്ഷം, അതായത് 3%. ഇന്ത്യയിൽ വന്ന വിദേശികളിൽ 3% മാത്രമേ ദൈവത്തിന്റെ സ്വന്തം നാട് കാണുമെന്ന് ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ പൊട്ടൻഷ്യൽ ശരിക്കും, ഞാൻ ഇന്ത്യ പല ഭാഗത്ത് പോയിട്ടുള്ളതാണ്, ഒരു 20-25% ആളുകൾ ഇവിടെ വരേണ്ടതാണ്. മനസ്സിലായില്ലേ? അവിടെ 3% വരുന്നെങ്കിൽ നമുക്ക് എന്തോ കാര്യമായി പ്രശ്നമുണ്ട്. നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്തോ പ്രശ്നമുണ്ട്. ഈ ലേറ്റസ്റ്റ് ആണ് ഞാൻ നോക്കിയത്. 24 നോക്കിയപ്പോൾ കിട്ടിയില്ല, 23 നോക്കിയപ്പോൾ ഇതാണ്. ഞെട്ടിപ്പിക്കുന്നതാണ്. വേറൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയാൽ ഈ പല രാജ്യത്തു നിന്ന് വരുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് 4 രാജ്യങ്ങളാണ് ഞാൻ നോക്കുക. ഈസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം. ഈ 4 രാജ്യത്തുനിന്ന് അവരുടേതായിട്ടുള്ള എയർലൈൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം തായ്ലൻഡിൽ നിന്ന് എയർ ഏഷ്യ വരുന്നുണ്ട്. തായ് എയർ ഏഷ്യ, തായ് എയർവേസ്. അവരുടെ എയർലൈൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവിടുത്തെ കുറെ ആൾക്കാർ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം കാണാൻ വരുന്നുണ്ട്. നോക്കുമ്പോൾ അതിനകത്തുള്ള 100% പാസഞ്ചേഴ്സ് മലയാളികൾ. ഏത് മലയാളികൾ? ഇവിടുന്ന് തായ്ലൻഡ് കാണാൻ പോയിട്ട് വരുന്ന മലയാളികൾ. അല്ലാതെ അവിടുന്ന് തായ്ലൻഡുകാരൻ ഇങ്ങോട്ട് വരുന്നില്ല. മലേഷ്യ നോക്കുക. മലേഷ്യയിൽ നിന്ന് 2 ഫ്ലൈറ്റ്സ് വരുന്നുണ്ട്. എയർ ഏഷ്യ വരുന്നുണ്ട്, മലേഷ്യൻ എയർവേസും വരുന്നുണ്ട്. അതിലും മലേഷ്യക്കാരില്ല ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് ആ മലേഷ്യ കാണാൻ പോയി എല്ലാം കണ്ട് അന്ന് വിട്ട ചില കുടുംബങ്ങളും സുഹൃത്തുക്കളും വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. സിംഗപ്പൂരിൽ നിന്നും സെയിം തന്നെ. വിയറ്റ്നാമിൽ നിന്ന് വിയറ്റ് ജെറ്റ് തുടങ്ങി, ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന്. അവിടെ നിന്ന് വിയറ്റ്നാമിൽ നിന്ന് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ വരുന്നില്ല. എന്നാൽ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫ്ലൈറ്റ് അവരുടെ നാഷണൽ കാരിയേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നില്ല എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പേരിന് അർഹതരല്ല.
എന്ന് അവർക്ക് മനസ്സിലായി, ലോകത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വരാത്തത്. സാർ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് ഒരു മോശം ഇത് മോശം പേരായതുകൊണ്ടല്ല, ഇത് നല്ല പേര്. നമ്മൾ ഈ പേരിന് അർഹതയുള്ള ഒരു പ്രൊജക്ഷൻ അല്ല നമ്മൾ കൊടുക്കുന്നത്. ഈ പേരിന് അർഹതയുള്ള പ്രൊജക്ഷൻ ആണെങ്കിൽ ഇവിടെ നിന്നെല്ലാം ജനങ്ങൾ അവരുടെ രാജ്യത്ത് നിന്ന് വരുന്ന ഫ്ലൈറ്റ് അല്ലേ, അവർക്ക് അതിൽ കയറിയാൽ പോരെ, ഇവിടെ വന്ന് കാണാമല്ലോ. പക്ഷെ അവർ വരുന്നില്ല. അതിനകത്ത് വരുന്നത് മുഴുവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കാണുന്ന ആളുകൾ തന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ വിദേശി യാത്രക്കാരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് അടുത്തൊരു സൊല്യൂഷൻ. ഇനിയിപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നോക്കാം. കേരളത്തിൽ പ്രധാനമായി ടൂറിസ്റ്റുകൾ വരുന്ന ഒന്ന് കുമരകം, പിന്നെ കോവളം, പിന്നെ ഫോർട്ട് കൊച്ചി. ഇതാണ് പ്രധാനമായി വരുന്നത്. അവിടെ ഇവിടെ പേരിന് എന്തെങ്കിലും ഉണ്ടാവും. ഈ വരുന്ന ടൂറിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും സായിപ്പന്മാരാണ്. ഈ സായിപ്പന്മാരെന്ന് പറഞ്ഞാൽ വെളുത്ത നിറം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷും അമേരിക്ക ഓസ്ട്രേലിയ അല്ല ഉദ്ദേശിക്കുന്നത്, കാനഡ ഒന്നും അല്ല. ഈ എൻറ്റയർ യൂറോപ്പ് കണ്ടെല്ലാം എടുത്തിരിക്കും. അതിനകത്ത് റിച്ച് കൺട്രീസും പൂർ കൺട്രീസും ഉണ്ട്. മിക്കവാറും പാപ്പർ സൂട്ട് പാർട്ടീസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവരിൽ നിന്നൊന്നും അധികം റവന്യൂ നമുക്ക് ലഭിക്കില്ല. നമുക്ക് റിച്ച് ഫോറിൻ ടൂറിസ്റ്റിൽ നിന്ന് കിട്ടുള്ളൂ. ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നൊന്നും ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരുന്നില്ല. മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് എത്ര പേരാണെന്നറിയോ ടൂറിസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിന് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ടാവില്ല, അവർക്കും കൂടി തോന്നണം. അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ ചില കാരണങ്ങളുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇങ്ങോട്ട് മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? കറക്റ്റ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് മറ്റു രാജ്യത്തുള്ളവർക്ക് എന്താണ് ആഗ്രഹമെന്ന്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ മീൻ പിടിക്കണം എന്ന് വെച്ചാൽ, മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടയുടെ അറ്റത്ത് ഇടേണ്ടത് എന്താണ്? മീനിന് ആവശ്യമുള്ള ഇരയാണ് ഇടേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഉപ്പേരി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉപ്പേരി ഇട്ടാൽ മീൻ കൊത്തൂല. എൻ്റെ ഇഷ്ടമല്ല, മീനിന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു വിദേശി ഇവിടെ വരണമെങ്കിൽ എനിക്ക് അഭിമാനം തോന്നുന്ന കാര്യമൊന്നും പ്രൊജക്ട് ചെയ്തിട്ട് അവർ വരില്ല. അവർക്ക് എന്താ വേണ്ടത് നോക്കണം. അപ്പം മിക്ക ഫോറിനേഴ്സിനും വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, സുരക്ഷിതമായ യാത്ര. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡും അപകടകരമായ വാഹനം ഓടിക്കലും കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്ക് മടുക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ റോഡ് കൾച്ചർ നന്നാക്കേണ്ടി വരും. പരിസരം മലിനീകരണം. ആർക്കും വൃത്തിയായിട്ട് ചപ്പിയവരുടെ ഇടയിൽ കൂടി നടക്കാൻ ഒരു താല്പര്യമില്ല. സ്ട്രേ ഡോഗ്സ്, പട്ടി അടിക്കാൻ ഒരു മനുഷ്യന് താല്പര്യമില്ല. രാത്രി മനസ്സമാനത്തോടെ കിടന്ന് ഉറങ്ങണം. കൊതുക് പേടിയാണ്, അസുഖം വരും, അല്ലെങ്കിൽ തന്നെ കൊതുകടി ശല്യമാണ്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അക്രമവും അഴിമതിയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൊണ്ട് പിന്നെ വെള്ളം, ഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ കേട് പിടിക്കുള്ളൂ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം ഇതെല്ലാം ഈ ടൂറിസ്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സത്യസന്ധത. ഈ നമ്മളിപ്പം ഒരു കള്ളത്തരം പാടില്ല. ഒരു ടൂറിസ്റ്റിനെ ചീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ടൂറിസ്റ്റ് നമ്മൾ ചീറ്റ് ചെയ്താൽ ആ ടൂറിസ്റ്റ് പോയി 100 പേരോട് പറയാം അവിടെ ചെന്നാൽ ചീറ്റിംഗ് ആണ്. നമ്മളെല്ലാം നമ്മുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്, നമ്മുടെ കൾച്ചറിലും നമ്മുടെ പരിസരത്തും ഈ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ബൈ വേർഡ് ഓഫ് മൗത്ത് ഈ ടൂറിസ്റ്റ് ഒന്നും. അല്ലാണ്ട് ഗൂഗിളിൽ കുറെ ആനയുടെ ഫോട്ടോ, കടുവയുടെ ഫോട്ടോ, തേക്കടി എന്നൊക്കെ പറഞ്ഞ് ഇട്ടോണ്ടൊന്നും ആരും വരില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ തിരിച്ചു പോയി പറയാം അവിടെ ഒന്നുമില്ല, വൃത്തികേടാണെന്നൊക്കെ പറയും. ഇതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അപ്പൊ ടൂറിസത്തിന് നല്ല പൊട്ടൻഷ്യലാണ്. അത് ടൂറിസം വികസിപ്പിക്കാൻ നമ്മുടെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന നമ്മൾ കൾച്ചറും നമ്മുടെ പരിസരവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നാക്കിയാൽ മാത്രം ടൂറിസ്റ്റ് വരും. അതുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ ഇമ്പ്രൂവ്. നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ, ടൂറിസം രംഗത്ത് വികസനം ഉണ്ടാക്കാൻ വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇനി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാകും എന്നൊരു പ്രതീക്ഷ, കൂടുതൽ രാജ്യത്തു നിന്നുള്ള കൂടുതൽ പേരെത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അതെ, ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞുള്ള അഹങ്കാരം നിർത്തണം. ആ നാമത്തിന് ഉതകുന്ന ജീവിതശൈലി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ അട്രാക്റ്റഡ് ആവും. ഓക്കെ.